ഇന്ത്യ സിംബാബ്വെ നാലാമത്തെ ടി20 ഇന്ത്യ കളി ജയിച്ചിരിക്കുകയാണ്. ഇന്ന് വിജയിച്ചപ്പോൾ ഇന്ത്യക്ക് പരമ്പര ലഭിച്ചു. 3-1 ഇന്ത്യ പരമ്പര നേടി. ഇനി ഒരൊരു ടി20 മാത്രമേ ബാക്കിയുള്ളൂ. ഇന്നത്തെ മാച്ചിൽ ഇന്ത്യ മികച്ച കളിയാണ് കാഴ്ചവെച്ചത്. ഓപ്പണിങ്ങിൽ ജയ്സ്വാൾ അടിച്ചു നിരപ്പാക്കി. അപ്പോൾ ഇന്നത്തെ നാലാം ടി20 കുറിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്ന് ഫസ്റ്റ് ബാറ്റ് ചെയ്തത് സിംബാബ്വെ ആയിരുന്നു. അവർക്ക് നല്ലൊരു തുടക്കമായിരുന്നു ഇന്ന് ലഭിച്ചത്. ഓപ്പണേഴ്സ് അടിച്ചു കളിച്ചു. പിന്നീട് 63 റൺസിലാണ് സിംബാബ്വെയുടെ ആദ്യത്തെ വിക്കറ്റ് പോയത്. ഇന്ത്യൻ ബൗളേഴ്സ് മികച്ച പ്രകടനമെന്ന് കാഴ്ചവെച്ചു. ഇന്ത്യയുടെ ബൗളിങ്ങിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ അവർക്ക് സാധിച്ചില്ല. എങ്കിലും സിംബാബ്വെ ഇന്ന് മാന്യമായൊരു ടോട്ടൽ നേടിയിട്ടുണ്ടായിരുന്നു. 7 വിക്കറ്റ് നഷ്ടത്തിൽ 152 റൺസാണ് സിംബാബ്വെ ഇന്ന് എടുത്തിട്ടുണ്ടായിരുന്നത്. ഖലീൽ അഹമ്മദിന് 2 വിക്കറ്റ് കിട്ടി. അതുപോലെ ഇന്ത്യ ബൗളിങ്ങിൽ ഒരു മാറ്റം കൊണ്ടുവന്നു. തുഷാർ ദേശ്പാണ്ഡെ ഇന്ന് കളിച്ചിട്ടുണ്ടായിരുന്നു. താരത്തിനും ഇന്ന് വിക്കറ്റ് ലഭിച്ചു. പിന്നീട് ഇന്ത്യ സെക്കൻഡ് ബാറ്റിംഗിന് ഇറങ്ങി. ഇന്ത്യക്ക് സ്റ്റാർട്ടിംഗ് തന്നെ മികച്ചൊരു തുടക്കമായിരുന്നു ഇന്ന് ലഭിച്ചത്. ജയ്സ്വാളും ഗില്ലുമാണ് ഇന്ന് ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്തത്. അഭിഷേക് ശർമ്മയെ ഓപ്പണിംഗിൽ കളിപ്പിച്ചില്ല. പവർ പ്ലേ ഓവറുകളിൽ ജയ്സ്വാളിന്റെ ഒരു വെടിക്കെട്ടാണ് നമ്മൾ ഇന്ന് കണ്ടത്. ജയ്സ്വാള് തകർത്തടിച്ചു. 6നേക്കാൾ കൂടുതൽ ജയ്സ്വാൾ ഇന്ന് കളിച്ചത് 4കളാണ്. സിംബാബ്വെക്ക് ഇന്ത്യൻ ടീമിനെ പിടിച്ചു കെട്ടാൻ സാധിച്ചില്ല. 100 റൺസ് കടന്നിട്ടും ഇന്ത്യയുടെ ഒരു വിക്കറ്റ് നേടാൻ അവർക്ക് കഴിഞ്ഞില്ല. ജയ്സ്വാൾ വീണ്ടും തകർത്തടിച്ചു. അങ്ങനെ ഇപ്പോൾ ഇന്ത്യ കളി ജയിച്ചിരിക്കുകയാണ്. നാലാമത്തെ ടി20യിൽ മികച്ച വിജയമാണ് ഇന്ത്യ സ്വന്തമാക്കിയത്. ഇന്ത്യക്ക് സിംബാബ്വെ മണ്ണിൽ പരമ്പര നേടാൻ സാധിച്ചു. ഗില്ലിന്റെ ക്യാപ്റ്റൻസിയിലാണ് ഇപ്രാവശ്യം ഇന്ത്യ പരമ്പര നേടിയിരിക്കുന്നത്. പക്ഷേ മലയാളി ആരാധകർ നിരാശയിലാണ്. സഞ്ജുവിന് ഇന്നും കളിക്കാൻ സാധിച്ചില്ല. ഇനി ആകെ ഒരു ടി20 മാത്രമേ ബാക്കിയുള്ളൂ. അതിലും സഞ്ജുവിന് അവസരം കിട്ടാൻ സാധ്യത കുറവാണ്. കാരണം സഞ്ജു 5ാം നമ്പറിലാണ് കളിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ കളിയെ പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.